തിരുവനന്തപുരം വർക്കലയിൽ അഭിഭാഷകനെ മർദ്ദിച്ചതായി പരാതി. ആറ്റിങ്ങൽ ബാർ അസോസിയേഷനിലെ അഭിഭാഷകനായ അജിൽ പ്രഭയ്ക്കാണ് മർദ്ദനമേറ്റത്. കേസെടുക്കാൻ വർക്കല SHO തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. മുൻപും വർക്കല SHOക്ക് ഇതിന് സമാന രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഇത്തരത്തിലാണ് പരാതി ഉയർന്നിരിക്കുന്നത്. KP, കഴിഞ്ഞ ദിവസമായിരുന്നു വർക്കല ചെറുനീരിൽ വസ്തുസംബന്ധമായ കേസിൽ നിജസ്ഥിതി നേരിൽ ബോധ്യപ്പെടുത്തുന്നതിനായി അഭിഭാഷകൻ തന്റെ കക്ഷിയുമായി ഈ സ്ഥലത്ത് എത്തുന്നത്. ഈ സ്ഥലത്തെത്തിയപ്പോൾ താൻ അഭിഭാഷകനാണെന്ന് അറിഞ്ഞതുകൊണ്ട് രണ്ടുപേർ ഇദ്ദേഹത്തെ മർദ്ദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ മർദ്ദിച്ചതിനു ശേഷം ഇയാൾ പോലീസിൽ അഭിഭാഷകനായ അഭിൻജിത്താണ് ഈ പോലീസിൽ പോയി പരാതി നൽകിയത്. എന്നാൽ വർക്കല SHO കേസെടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കേസെടുക്കാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം വരുന്നു. മുൻപും സമാന രീതിയിൽ ഈ വർക്കല SHOക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ പരാതി നൽകുമ്പോൾ പരാതികൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ പരാതികൾ എടുക്കുന്നില്ല എന്നൊരു പരാതി മുൻപും സമാനമായ രീതിയിൽ ഇയാൾക്ക് വർക്കല SHOക്കെതിരെ ഉണ്ടായിരുന്നു. ഈ കേസ് എടുക്കാത്ത പക്ഷം സമര പരിപാടികളിലേക്ക് കടക്കാനാണ് ബാർ അസോസിയേഷന്റെ തീരുമാനം. നാളെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാർ അസോസിയേഷൻ കോടതികൾ ഉപരോധിച്ച് സമരം നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മർദ്ദിച്ച രണ്ടുപേരെയും എന്തിനാണ് വർക്കല SHO ഇങ്ങനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിച്ച് നിർത്തുന്നതിന്റെ കാരണം എന്തെന്നാണ് ബാർ അസോസിയേഷനും അതുപോലെ തന്നെ മർദ്ദനമേറ്റ രണ്ട് വ്യക്തികളും ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. മുൻപും SHOക്കെതിരെ സമാന രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. ഇതുപോലെ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലും അവരുടെ കുടുംബക്കാരും ഇതുപോലെ SHOക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് എന്നൊരു ആക്ഷേപം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. KP.